ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിളി ലിങ്ക് ലിസ്റ്റിലെ ഡിലീഷൻ ഓപ്പറേഷൻ തന്നെയാണ്. പക്ഷെ എന്താണ്, നമ്മളൊരു നോഡ് പറഞ്ഞു കൊടുക്കും. മീൻസ് വാല്യൂ 30 അയക്കുന്ന നോഡ് അല്ലെങ്കിൽ വാല്യൂ 50 അയക്കുന്ന നോഡ്. അങ്ങനെ ഒരു നോഡ് അതിൽ പ്രസൻ്റ് ആണെങ്കിൽ ആ നോഡിന് നമ്മളെന്താണ് ഡിലീറ്റ് ചെയ്യും. ആ ഓപ്പറേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആണല്ലോ. നമുക്കത് പിക്ചോറിക്കൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓപ്പറേഷൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ആദ്യം ഹെഡ് നോഡ് എന്താണ് നോക്കണം, നള്ളാണോ നോക്കണം, അതായത് ലിസ്റ്റ് എംപ്റ്റി ആണോ നോക്കണം. ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ എന്താണ് ഡിലീഷൻ പോസിബിൾ അല്ല അല്ലേ. ഹെഡ് നോഡ് സപ്പോസ് ലിസ്റ്റ് എംപ്റ്റി അല്ല നോക്കുക. സോ ദാറ്റ് മീൻസ് ലിങ്ക് ലിസ്റ്റ് കണ്ടെയ്ൻ several nodes. Okay, head points to first node. Suppose if its value is 1000, then it is stored here. Okay, then 2000, 3000, 4000 ഇങ്ങനെയാണ് അഡ്രസ്സ് എന്ന് വെച്ചു. ദെൻ ഇതിലെ വാല്യൂ 10, ഇതിലെ വാല്യൂ 20, ഇതിലെ വാല്യൂ 30, ഇതിലെ വാല്യൂ 40 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തു. ഓക്കെ, ദെൻ സെക്കൻഡ് നോഡിൻ്റെ വാല്യൂ ഫസ്റ്റ് നോഡിൽ സേവ് ചെയ്യും. സോ ഇങ്ങോട്ട് ലിങ്ക് ഉണ്ടായിരിക്കും. ദെൻ തേർഡ് നോഡിലെ സെക്കൻഡ് അഡ്രസ്സ് ഇവിടെ സേവ് ചെയ്യും. സോ സെക്കൻഡ് നോഡിൽ നിന്ന് തേർഡ് നോഡിലേക്ക് ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ദെൻ ഫോർത്ത് നോഡിൽ അഡ്രസ്സ് എവിടെ സേവ് ചെയ്യും, തേർഡ് നോഡിലും സേവ് ചെയ്യും. സോ ഇങ്ങോട്ടൊരു ലിങ്ക് ഉണ്ട് ആണല്ലോ. അപ്പം ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നോഡ് വാല്യൂ 30 അയക്കുന്ന നോഡിനെ ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. നോഡ് വാല്യൂ 30 അയക്കുന്ന, അതായത് ഈ നോഡിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ലാസ്റ്റ് നോഡിൽ ആണെങ്കിൽ ഇവിടെ നള്ളായിരിക്കും കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നേരത്തെ പോലെ തന്നെ ഡിലീഷൻ അറ്റ് എൻഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 പോയിൻ്റർ ഇനീഷ്യലൈസ് ചെയ്യും. ഒന്ന് ഡിക്ലെയർ ചെയ്യും, 2 നോയിൻ്റ്, ഒന്ന് ടെമ്പ് 2, ടെമ്പ് 1. ടെമ്പ് 1ൻ്റെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്യും, ഹെഡിൻ്റെ വാല്യൂ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യും. സോ ഇവിടെയും 1000 ഉണ്ടായിരിക്കും. ഇതെങ്ങോട്ട് പോയിൻ്റ് ചെയ്യും, ഇവിടേക്ക് പോയിൻ്റ് ചെയ്യും. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ എയിം എന്താണ്, നമുക്കൊരു നോഡ് ഡിലീറ്റ് ചെയ്യണം. ആ നോഡ് എന്തായിരിക്കണം, നോഡിൻ്റെ വാല്യൂ എന്തായിരിക്കണം, 30 ആയിരിക്കണം. അപ്പോൾ 30 വാല്യൂ ഉള്ള നോഡാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആണല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ നോഡിലും വാല്യൂ ചെക്ക് ചെയ്യും. ടെമ്പ് 1 പോയിൻ്റ് ഉപയോഗിച്ചിട്ട് ഓരോ നോഡിൻ്റെ ഡാറ്റ ഫീൽഡ് വാല്യൂ ചെക്ക് ചെയ്യും. എന്താണ് വാല്യൂ 30 ആണോ എങ്ങനെയാണ് ഓരോ നോഡ് അഡ്വാൻസ് ചെയ്ത് അതായത് ട്രാവേഴ്സ് ചെയ്ത് നോക്കും. അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഓക്കെ വാല്യൂ 30 ആണോ നോക്കും. 30 ആണെങ്കിൽ ആ നോഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം അല്ലേ. ഡിലീഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യാം, ഇപ്പോൾ 30 നോഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, തൊട്ട് മുമ്പുള്ള 30ക്ക് മുമ്പുള്ള നോഡിലെ ലിങ്ക് ഫീൽഡ്, അതായത് നെക്സ്റ്റ് ഫീൽഡിൽ എങ്ങോട്ട് കൊടുത്താൽ മതി, 30 കഴിഞ്ഞിട്ട് നോഡിൻ്റെ അഡ്രസ്സ് സേവ് ചെയ്താൽ മതി ആണല്ലോ. അതായത് 4000 ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ ലിങ്ക് ഇവിടെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്താണ് ഡിലീഷൻ ഈ ഒരു നോഡ് ഡിറ്റാച്ച് ചെയ്യപ്പെടും. ഈ നോഡ് ഈ ലിസ്റ്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെടും. ദെൻ ഇതെന്ത് ചെയ്താൽ മതി, ഫ്രീ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി ആണല്ലോ. ഇത്രയോ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ അതെങ്ങനെ പെർഫോം ചെയ്യും നമുക്കറിയില്ലല്ലോ. അത് എന്താണ് ഈ നോഡിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ള അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതണം. സി സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിലും അതിൽ, അല്ലെങ്കിൽ C++ ആണെങ്കിൽ ജാവ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ജാവ, അത് എഴുതണം ആണല്ലോ, അത് റൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടെമ്പ് 1 എന്തുണ്ട്, ഹെഡിലെ വാല്യൂ ഉണ്ട്, 1000 ഉണ്ട്. എന്നതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ടെമ്പ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു എന്താണ്, നോട്ട് ഈക്വൽ ടു നള്ളാണോ നോക്കി. അല്ല സോറി, ഇവിടെ നള്ളല്ല, എന്താണ് നോട്ട് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് അല്ല, ടെമ്പ് 1 ഡാറ്റ ഈക്വൽ ടു നമ്മളെ വാല്യൂ ആണ്, ഡിലീറ്റ് ചെയ്യേണ്ട ഇതിൻ്റെ വാല്യൂ ആണോ നോക്കി. ഈ ടെമ്പ് 1 ഡാറ്റ എന്താണ്, വാല്യൂ ആണോ ചെക്ക് ചെയ്ത്, ഈക്വൽ ടു വാല്യൂ ആണോ ചെക്ക് ചെയ്ത്.
വാല്യൂ ആണോ? അല്ല. നമ്മൾ വാല്യൂ എന്താണ് 30 ആയിരുന്നു. ആ 30 അല്ല, അപ്പോൾ ഇവിടെ 10 ആണ്. അപ്പം നോട്ട് ഈക്വൽ ടു വാല്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെംപ് 1 അടുത്ത ഇതിലേക്ക് എന്ത് ചെയ്യണം? ജമ്പ് ചെയ്യണം. അപ്പോൾ ജമ്പ് ചെയ്യുന്നതിന് മുമ്പേ ഈ ടെംപ് 2ൻ്റെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്തു? ടെംപ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? ആ പ്രീവിയസ് നോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ടെംപ് 1ൻ്റെ വാല്യൂ എന്താക്കി മാറ്റി? ടെംപ് 1ൻ്റെ വാല്യൂ ടെംപ് നെക്സ്റ്റാക്കി മാറ്റി. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടെംപ് 1? ടെംപ് 2 ടെംപ് 1ൻ്റെ വാല്യൂ എന്താണ്? 1000. അപ്പോൾ അങ്ങോട്ടൊരു പോയിൻ്റ് വന്നു. ടെംപ് 1ൻ്റെ വാല്യൂ എന്താക്കി മാറ്റി? ടെംപ് 1 നെക്സ്റ്റ് മാറ്റി. ടെംപ് 1 നെക്സ്റ്റ് പറഞ്ഞാൽ ഓക്കെ, ടെംപ് 1 ഇവിടെയാണ്. നെക്സ്റ്റ് ഫീൽഡിൽ എന്തുണ്ടായിരുന്നു? 2000 ഉണ്ടാവുക. അപ്പോൾ ഇതെന്തായി മാറി? 2000 ആയി മാറി. അപ്പോൾ ഈ ലിങ്ക് നഷ്ടപ്പെട്ടു. അതെങ്ങോട്ട് വന്നു? ഇവിടേക്ക് വന്നു. സോ ടെംപ് 1 now points to second node and ടെംപ് 2 points to first node. ഒക്കെ ഇനി നമ്മൾ ഇത് നോക്കി. ടെംപ് 1 ഡാറ്റ വാല്യൂ ആണോ നോക്കി. ഓക്കെ, വാല്യൂ 30 ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഡാറ്റ ഫീൽഡ് വാല്യൂ എന്താണ്? 20 ആണ്. അപ്പോൾ നോട്ട് ഈക്വൽ ടു ആണല്ലോ. നോട്ട് ഈക്വൽ ടു വാല്യൂ ആണോ നോക്കി. ഓക്കെ, അല്ലാത്ത കേസ് ആയതുകൊണ്ട് നമ്മൾ ടെംപ് 2ൻ്റെ വാല്യൂ എന്താക്കി മാറ്റി? ടെംപ് 1ൻ്റെ വാല്യൂ ആക്കി മാറ്റി. ടെംപ് 1ൻ്റെ വാല്യൂ പറഞ്ഞാൽ 2000 ആക്കി മാറ്റി ആണല്ലോ. അപ്പോൾ ഈ ലിങ്ക് നഷ്ടപ്പെട്ട് എങ്ങോട്ട് പോയിൻ്റ് ചെയ്തു? ഇവിടേക്ക് പോയിൻ്റ് ചെയ്തു. നോട്ട് ഈക്വൽ ടു ഓക്കെ. ദെൻ ടെംപ് 1ൻ്റെ വാല്യൂ ടെംപ് 1 നെക്സ്റ്റ് ആക്കി മാറ്റി. ടെംപ് 1 നെക്സ്റ്റ് പറഞ്ഞാൽ 3000 ആയി മാറും ആണല്ലോ. അപ്പോൾ 3000 ആയി. ടെംപ് 1 now points to third node and ടെംപ് 2 points to second node. എന്നിട്ട് നോക്കിയേ, now ടെംപ് 1 ഡാറ്റ ചെക്ക് ചെയ്തു. ടെംപ് 1 ഡാറ്റ എന്താണ്? ഈക്വൽ ടു വാല്യൂ ആണ്. അപ്പോൾ ഇത് കണ്ടീഷൻ ഫോൾസ് ആയി ഇങ്ങോട്ട് തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഫസ്റ്റ് നോഡാണോ നോക്കുക. അതായത് ഈ നോഡ് ഫസ്റ്റ് നോഡ് ആണെങ്കിൽ ഹെഡിൻ്റെ വാല്യൂ നള്ളാക്കി സെറ്റ് ചെയ്യുക. സപ്പോസ് ഫസ്റ്റ് നോഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെംപ് 2 ഏതിലേക്ക് അപ്പം പോയിൻ്റ് ചെയ്തേക്കുന്നത്? ഈ നോഡിലേക്കാണ്, ഇതിലേക്കാണ് പോയിൻ്റ് ചെയ്തേക്കുന്നത്. ടെംപ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തേക്കുന്നത്? ഇവിടേക്കാണ് പോയിൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഒരു ലിങ്ക് ഫോം ചെയ്യണം സെക്കൻഡ് നോഡിൽ നിന്ന് ഫോർത്ത് നോഡിലേക്ക്. തേർഡ് നോഡാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് ആണല്ലോ. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെന്താണ്? സെക്കൻഡ് നോഡിൽ നിന്ന് ഫോർത്ത് നോഡിലേക്ക് ഒരു ലിങ്ക് ഫോം ചെയ്യണം. എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും? ടെംപ് 2 നെക്സ്റ്റ് പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് എന്തിൻ്റെ വാല്യൂ സേവ് ചെയ്യണം? ഈ അഡ്രസ്സ്, ഈ നോഡിൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ട്? ടെംപ് 1 നെക്സ്റ്റിലുണ്ട്. ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെയുണ്ട്. ഈ നോഡിൻ്റെ അഡ്രസ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെംപ് 1 നിന്ന് നമുക്ക് ഈ അഡ്രസ്സ് കിട്ടും. ടെംപ് 1 നെക്സ്റ്റിൽ എന്തിൻ്റെ അഡ്രസ്സ് ഉണ്ട്? ഫോർത്ത് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി? ടെംപ് 2 നെക്സ്റ്റ്, അതായത് ദിസ് ഫീൽഡ് ടെംപ് 2 നെക്സ്റ്റ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ടെംപ് 1 നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെംപ് 1 നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആണല്ലോ. അപ്പോൾ ഈ ലിങ്ക് ബ്രേക്കായി ആണല്ലോ. അപ്പോൾ ഈ നോഡ് ഫ്രീ ആയി. ഇപ്പം ലിങ്ക് ലിസ്റ്റിൽ എന്തായി? 10 നിന്ന് 20ലേക്ക് ലിങ്ക് ഉണ്ട്, 20 നിന്ന് 40ലേക്ക് ലിങ്ക് ഉണ്ട്, 30ലേക്ക് ലിങ്ക് ഇല്ല ആണല്ലോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഫ്രീ ഓപ്പറേഷൻ നടത്താം. എന്തിനാ ഫ്രീ ഓപ്പറേഷൻ നടത്താം? ഫ്രീ ടെംപ് 1 എന്ന് പറഞ്ഞാൽ ഈ നോഡ് മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഡിലീഷൻ ഓപ്പറേഷൻ. എവിടെ? ഒരു സ്പെസിഫിക് നോഡിലുള്ള. അപ്പോൾ അത് പ്രോഗ്രാം വൈസ് എങ്ങനെയാണ് നോക്കാം. അൽഗോരിതം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള അൽഗോരിതം ഒന്നുമല്ല. ആദ്യം എന്താ നോക്കുന്നത്? ലിസ്റ്റ് എംപ്റ്റി ആണോ നോക്കി. ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ നമുക്കെന്താണ്? ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുക, ലിസ്റ്റ് ഈസ് എംപ്റ്റി, സോ ഡിലീഷൻ നോട്ട് പോസിബിൾ. ലിസ്റ്റ് എംപ്റ്റി അല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ ഇതാ നോക്കുന്നത്. ടെംപ് ഡാറ്റ നോട്ട് ഈക്വൽ ടു എന്താണോ നോക്കി? ഡിലീറ്റ് ഡാറ്റയാണോ നോക്കി, അല്ലെങ്കിൽ ഡിലീറ്റ് വാല്യൂ ആണോ നോക്കി. അതൊരു ലൂപ്പാണ്. ഡിലീറ്റ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്ത വാല്യൂ അല്ലെങ്കിൽ ആ നോഡിലേക്ക് മൂവ് ചെയ്യണം ആണല്ലോ.
നോഡിലേക്ക് മൂവ് ചെയ്യണം ആണല്ലോ. മൂവ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പേ നമ്മൾ ആ ടെമ്പ് 1ൻ്റെ ടെമ്പ് 2 ഡിക്ലെയർ ചെയ്തിട്ട് ടെമ്പ് 1 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ടെമ്പ് 1ൻ്റെ വാല്യൂ എന്താണ്? ഹെഡിൻ്റെ വാല്യൂ ആണ്. സോ ടെമ്പ് 1 പോയിൻറ്റ്സ് ടു ഫസ്റ്റ് നോഡ്. ടെമ്പ് 2ൽ ഇനീഷ്യലൈസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ടെമ്പ് 1 നെക്സ്റ്റ് ഫീൽഡ് നള്ളാണോ നോക്കി. എന്തുകൊണ്ടാണ് ടെമ്പ് 1 നെക്സ്റ്റ് ഫീൽഡ് അല്ലെങ്കിൽ ഹെഡ് നെക്സ്റ്റ് ഫീൽഡ് അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. നള്ളാണോ നോക്കി. അതായത് നമുക്ക് ആകെ ഒരേ ഒരു നോഡ് ഉള്ളെങ്കിൽ, ഒരേ ഒരു നോഡല്ല, ടെമ്പ് 1 നെക്സ്റ്റ് ഫീൽഡ് നള്ളാണോ ചെക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? നമ്മൾ എന്താണ് സെർച്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുകയാണ്. എന്താണ് ഡിലീറ്റ് വാല്യൂ ഫൗണ്ട് ചെയ്തോ എന്നുള്ളത്. സപ്പോസ് നമുക്ക് അങ്ങനെ ഒരു വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഡിലീഷൻ പോസിബിൾ ആണോ? ഞാൻ പറയുകയാണ്, എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്, നിങ്ങളെ റോൾ നമ്പേഴ്സിൻ്റെ ലിസ്റ്റാണ്. അതെന്തായിരിക്കും? 1 to 31 ആയിരിക്കും അല്ലേ. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന വാല്യൂ 32 ആണെങ്കിൽ നമ്മളത് സെർച്ച് ചെയ്യും. 1 2 3 പറഞ്ഞ് 31 വരെ സെർച്ച് ചെയ്യും. പക്ഷേ ആ വാല്യൂ അവിടെ കാണുമോ? 32 എന്നുള്ള വാല്യൂ കാണുമോ? ഇല്ല. 32 എന്നുള്ള വാല്യൂ അവിടെ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? അങ്ങനെ ഒരു വാല്യൂ ഉള്ള ഒരു നോഡില്ല. അങ്ങനെയാണ് ഡിലീഷൻ പോസിബിൾ ആണോ? അവിടെയും ഡിലീഷൻ പോസിബിൾ അല്ല. സോ ടെമ്പ് 1 നെക്സ്റ്റ് ഈക്വൽ ടു നള്ളാണെങ്കിൽ ഇത് ലാസ്റ്റ് നോഡാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് നോഡാണെങ്കിൽ എന്താണ് അവിടെ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. എന്താണ് നമ്മൾ ഗിവൺ നോട്ട് ഇസ് നോട്ട് ഫൗണ്ട് എന്തെങ്കിലും ഗിവൺ നോട്ട് ഫൗണ്ട് ഇൻ ലിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം അങ്ങനെ ഡിലീഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ലാസ്റ്റ് നോഡാണോ ചെക്ക് ചെയ്തിട്ട് എന്താണ് അങ്ങനെ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുക. അതായത് അങ്ങനെ ഒരു നോഡ് ആ ലിസ്റ്റിൽ പ്രസൻ്റ് അല്ല, അങ്ങനെ ഒരു വാല്യൂ ഉള്ള നോഡ് ആ ലിസ്റ്റിൽ പ്രസൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റോൾ നമ്പർ 32 എന്നുള്ളൊരു റോൾ നമ്പർ നമ്മളെ ക്ലാസ്സിലില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു നോഡ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉള്ളതിനല്ലേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ടെമ്പ് ഡാറ്റ അല്ലെങ്കിൽ ഈക്വൽ ടു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി ടെമ്പ് 1ൻ്റെ വാല്യൂ എങ്ങോട്ട് സെറ്റ് ചെയ്യും? ടെമ്പ് 2ലേക്ക് സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ടെമ്പ് 1 ഒന്ന് അഡ്വാൻസ് ചെയ്തു ആണല്ലോ, ഒരു അടുത്ത നോഡിലേക്ക് ജമ്പ് ചെയ്തു ആണല്ലോ. അങ്ങനെ പോകും. എന്നിട്ട് എപ്പോഴാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് നോക്കാം? ഇഫ് ടെമ്പ് 1 ഇതെല്ലാം പെർഫോം ചെയ്തിട്ടും ടെമ്പ് 1 ഈക്വൽ ടു ഹെഡ് ആണെങ്കിൽ, ഒരു ടെമ്പ് 1ൻ്റെ വാല്യൂ അടുത്ത നോഡിലേക്ക് ജമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ ഒരേ ഒരു സിംഗിൾ നോഡ് മാത്രമേ ഉള്ളൂ. ആ സിംഗിൾ നോഡിനെ ഡിലീറ്റ് ചെയ്യുക. അതിനെന്താക്കി സെറ്റ് ചെയ്യുക? ഹെഡ് വാല്യൂ നള്ളാക്കി സെറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. മോർ ദാൻ 1 നോഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക? ടെമ്പ് 2 നെക്സ്റ്റിൻ്റെ വാല്യൂ എന്താക്കി മാറ്റുക? ടെമ്പ് 1 നെക്സ്റ്റ് ആക്കി മാറ്റുക. ടെമ്പ് 1നെ ഫ്രീ ചെയ്യുക, മീൻസ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സി പ്രോഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തിനു വേണ്ടി? ലാബ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അതാണ് ഡിലീഷൻ ഓപ്പറേഷൻ.